Thank you, Holy Spirit. Hallelujah. परमेश्वर का वचन भजन संहिता 124 उसमें ऐसे लिखा है, സങ്കീർത്തനം 124 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. अगर यहोवा परमेश्वर अपने साथ में अपना पक्ष में ना होते तो യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ये बहुत बड़ा एक सवाल है. ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. अगर परमेश्वर अपना साथ में ना होते तो നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ अपना अवस्था अपना हालात क्या होने वाला था. നമ്മുടെ അവസ്ഥ എന്തായി തീരുമായിരുന്നു? कभी कभी हमें ऐसे लगते प्रभु हमें छोड़ के गया है. പലപ്പോഴും നമുക്കിങ്ങനെ തോന്നാറുണ്ട്, ദൈവം നമ്മളെ കൈവിട്ടു എന്ന്. हमें लगते हम अकेला हो गया. നമുക്ക് തോന്നുന്നു നമ്മൾ തനിയായിപ്പോയി. प्रभु का वायदा ऐसे होते ദൈവത്തിന്റെ വാഗ്ദത്തം ഇപ്രകാരമാണ്, वो हमें कभी भी नहीं छोड़ने वाला നമ്മുടെ है, കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല, कभी भी नहीं त्यागने वाला है. ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. फिर भी जीवन का कुछ परिस्थितियों में എങ്കിലും ജീവിതത്തിന്റെ പല ഘട്ടത്തില് हम ऐसे सोचते हैं പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, प्रभु हमें त्याग दिया है. കർത്താവ് നമ്മളെ കൈവിട്ടു എന്ന് അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന്. देखो ये जो फीलिंग सिर्फ हमें नहीं है, ഈ ഒരു ഫീലിംഗ് നമുക്ക് മാത്രമുള്ളതല്ല, परमेश्वर का वचन में बड़े बड़े भक्तों को भी हुआ है. ദൈവജനത്തിൽ പറയുന്ന വലിയ വലിയ ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ അവരിത് അനുഭവിച്ചു. जीवन का एक समय में दाऊद को ऐसे लगा ജീവിതത്തിന്റെ ഒരു സമയത്ത് ദാവീദിന് പ്രകാരം തോന്നി, सब लोग मुझे त्याग दिया है. എല്ലാവരും എന്നെ കൈവിട്ട് ഉപേക്ഷിച്ചു എന്ന്. भजन संहिता 27 में ऐसे लिखा है, 27 में ऐसे लिखा है, ഇതിന്റെ 27 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, मेरा माता पिता भी मुझे छोड़ दिया है. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. हालेलुया. 10वां आयत में 27 10 ഭാഗം, मेरा माता पिता भी मुझे छोड़ दिया है. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. कभी दाऊद ने इसे प्रार्थना किया, ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, कभी कभी दाऊद ने इसे प्रार्थना किया, പലപ്പോഴും ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, तेरा चेहरा मुझसे मोड़ना नहीं है. കർത്താവേ നിന്റെ മുഖങ്ങളിൽ നിന്ന് മറക്കരുത് എന്ന്. ऐसे दाऊद को फील हो गया, ദാവീദിന് ഇങ്ങനെ ഇപ്രകാരം ഒരു ഫീല് തോന്നി, परमेश्वर का चेहरा उनसे मोड़ लिया है. ദൈവത്തിന്റെ മുഖം തങ്ങളിൽ നിന്ന് മറച്ചു എന്ന് ദാവീദിന് തോന്നി. चेहरा मोड़ लिया, उसका मतलब क्या है? മുഖം മറച്ചു എന്നതിന്റെ അർത്ഥം എന്താണ്? परमेश्वर साथ में नहीं है, ദൈവം കൂടെ ഇല്ല എന്ന് ദാവീദിന് തോന്നി. परमेश्वर खिलाफ है. ദൈവം എനിക്കെതിരായി നിൽക്കുമെന്ന് തോന്നി. लेकिन ये बात सच है क्या? എന്നാൽ ഈ കാര്യം ശരിയാണോ, യാഥാർത്ഥ്യമാണോ? भजन संहिता 27 का शुरुआत में दाऊद खुद कहा, സങ്കീർത്തനം 27 തുടക്കത്തിൽ ദാവീദ് തന്നെ പറയുന്ന കാര്യമാണ്, यहोवा मेरा पक्ष में है, യഹോവ എന്റെ പക്ഷത്തുണ്ട്, इसलिए मैं किसको डरेगा. അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും? अगर परमेश्वर मेरा पक्ष में है तो കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ हालेलुया, ഹല്ലേലൂയ, किससे डरेगा? നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? गॉड इज विथ मी. ദൈവം എന്റെ കൂടെയുണ്ട്. अगर परमेश्वर मेरा साथ में है तो ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ बहुत बड़ा दल मेरा विरुद्ध में आया तो भी വലിയൊരു കൂട്ടം, ഒരു സൈന്യം എനിക്കെതിരായിട്ട് വന്നാലും मैं किससे डरेगा. ഞാൻ ഭയപ്പെടുകയില്ല. भजन संहिता 27 का पहले का आयत में क्या लिखा है? സങ്കീർത്തനം 27 ആദ്യ വാക്യങ്ങൾ എന്താണ് പറയുന്നത്? यहोवा मेरा रक्षा है, യഹോവ എന്റെ രക്ഷയാണ്, वो मेरा ज्योति है, അവൻ എന്റെ വെളിച്ചമാണ്, मैं किससे डरूं. അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും? मेरा जीवन का बल है यहोवा, എന്റെ ജീവന്റെ ബലമാണ് കർത്താവ്, मैं किससे डरूं. അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും? कभी कभी जीवन में ऐसे महसूस होगा, ऐसे हमें फीलिंग आएगा हम अकेला है, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ അനുഭവപ്പെടാറുണ്ട്, ആരുമില്ല, ഞാൻ തനിയായിരിക്കുന്നു, कोई हमें साथ नहीं दे रहे. ആരും എന്നെ ചേർക്കുന്നില്ല എന്ന് തോന്നും. लेकिन ये सिर्फ अपना फीलिंग है. എന്നാൽ ഇതെല്ലാം നമ്മുടെ ഓരോ फीलिंग्स ആണ്. यीशु मसीह ने भी कलवारी के क्रूस में യേശു കർത്താവും കാൽവരി ക്രൂശില് क्या बताया? എന്താണ് പറഞ്ഞത്? हे पिता എന്റെ പിതാവേ, എന്റെ പിതാവേ, मुझे क्यों त्यागा है, നീ എന്നെ കൈവിട്ടത് എന്ത്? मुझे क्यों छोड़ा है. എന്തുകൊണ്ടാണ് നീ എന്നെ കൈവിട്ടത്, ഉപേക്ഷിച്ചത്? एली एली लमा सबक्तानी ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞു. अरामिक भाषा का एक शब्द है. അരാമിക് ഭാഷയിലെ ശബ്ദമാണത്. एली एली लमा सबक्तानी, ഏലി ഏലി ലമ്മാ ശബക്താനി, हे पिता എന്റെ പിതാവേ, എന്റെ പിതാവേ, तू मुझे क्यों छोड़ दिया है. എന്നെ കൈവിട്ടത് എന്ത്?
यीशु को कैसे ऐसे फील हो गया? യേശുവിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നത്? क्योंकि वो मानव रूप धारण करके धरती में उतर आया, യേശു കർത്താവ് മനുഷ്യനായിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത്. 100% मानव बन के आया. 100% മനുഷ്യനായിട്ടാണ് വന്നത്. जब क्रूस में मानव कुल का पाप, उस पाप का भोज लेके उन्होंने क्रूसित हो गया. ക്രൂശില് മുഴുവൻ മാനവരാശിയുടെ പാപമേറിയിട്ടാണ് അവൻ ക്രൂശിൽ വഹിച്ചത്. उस पाप का वजह से ആ പാപ നിമിത്തം मानव कुल परमेश्वर से कैसे दूर चला गया. മുഴുവൻ ലോകത്തുള്ള എല്ലാ മനുഷ്യർ ലോകത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ദൂരത്തായത്. वचन में लिखा है, വചനത്തിൽ എഴുതി, पाप हमें परमेश्वर से दूर करते. പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. परमेश्वर हमसे दूर नहीं जाना चाहता, ദൈവം ഒരിക്കലും നമ്മളെ ദൂരത്ത് ആഗ്രഹിക്കുന്നു. लेकिन पाप हमें परमेश्वर से दूर लेके जाते हैं. നമ്മൾ വസിക്കുന്ന പാപമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് ദൂരത്താക്കുന്നത്. यीशु ने मानव कुल का पाप का कारण से परमेश्वर से जो दूर हो गया वो महसूस किया. ആ മനുഷ്യരെ പാപം വഹിച്ചത് മൂലം യേശുവിന് തോന്നി ഞാൻ ദൈവത്തിൽ നിന്ന് ദൂരത്തായിരിക്കുന്നു എന്ന്. മനുഷ്യവർഗത്തിന്റെ പാപത്തെ വഹിച്ച യേശു ആ പാപത്തിന്റെ ഭാരം, മനുഷ്യവർഗം വഹിക്കുന്ന പാപത്തിന്റെ ഭാരം ക്രൂശിൽ അനുഭവിച്ചപ്പോൾ തനിക്ക് തോന്നുകയാണ് പിതാവിനോട് താൻ ദൂരെയായിരിക്കുന്നു. इसलिए पूछ रहे हे पिता मुझे क्यों त्यागा. അതുകൊണ്ടാണ് യേശു കർത്താവ് ചോദിക്കുന്നത്, എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? भजन संगीता 22वां अध्याय का पहले का आयत है. സങ്കീർത്തനം 22 ഒന്നാം വാക്യം. उसी आयत को यीशु ने क्रूस में क्या किया बताया. അതേ അധ്യായമാണ് യേശു കർത്താവ് ക്രൂശിൽ പറഞ്ഞത്. 22 का 1 है, Psalms 22 का 1 है. സങ്കീർത്തനം 22 क्या लिखा है उधर? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? हे मेरा परमेश्वर, हे मेरा परमेश्वर, तू मुझे क्यों छोड़ दिया है. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? इधर इब्रानी भाषा में लिखा है. എബ്രായ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. हिब्रू साम्स हिब्रू भाषा में लिखा है. സങ്കീർത്തനം ഹീബ്രു ഭാഷയിൽ എഴുതിയിരിക്കുന്നു. थोड़ा फर्क है. एली एली लमा असबतानी लिखा है, അല്പ വ്യത്യാസമുണ്ട്. ഏലി ഏലി ലമ്മ असबतानी, അസ്തബക്താനി എന്ന് എഴുതിയിരിക്കുന്നു. लेकिन न्यू टेस्टमेंट में एली एली लमा सबक्तानी लिखा है. പുതിയ നിയമത്തില് ഏലി ഏലി ലമ്മ സബക്താനി എന്ന്. दोनों का मीनिंग एक ही है, രണ്ടിന്റെ മീനിങ് ഒന്ന്, दो नहीं है, രണ്ടല്ല മീനിങ്, एक ही मीनिंग है. ഒരേ അർത്ഥം. क्या होता है मालूम है? എന്താണ് സംഭവിക്കുന്നത്? दो भाषा में जब कहा, രണ്ട് ഭാഷയിൽ പറഞ്ഞത് दो रीति में थोड़ा वर्ड का फर्क आया. രണ്ട് രീതിയിൽ ചില വേർഡിന്റെ വ്യത്യാസം വന്നു. उदाहरण बोलेगा तो ഉദാഹരണം പറഞ്ഞാൽ तमिल और मलयालम भाषा बहुत मिलते हैं. തമിഴും മലയാളം ഭാഷയും പലപ്പോഴും സാദൃശ്യമുള്ളതാണ്. ये दोनों भाषा नहीं जानने वाला को ഈ രണ്ട് ഭാഷ അറിയാത്തവർക്ക് सुनेगा तो लगेगा ये कौन सा भाषा बोल रहे, तमिल बोल रहे मलयालम बोल रहे, एक ही जैसे लगेगा. അവർക്ക് ഇത് രണ്ട് മലയാളം കേൾക്കുമ്പോൾ തമിഴ് കേൾക്കുമ്പോൾ ഒരേ ഭാഷ പറയുന്ന പോലെ തോന്നും. नहीं तो ऐसे एक्सप्लेन कर सकते. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വിശദീകരിക്കാം. ओडिया भाषा और बंगला भाषा बहुत मिलते हैं. ഒഡിയ ഭാഷയും ബംഗ്ലാ ഭാഷയും ഒത്തിരി ചേർന്നിരിക്കും. कोई ओडिया भाषा में बात करेगा तो ഒറീസ ഭാഷ ആരെങ്കിലും സംസാരിക്കുമ്പോൾ जो भाषा नहीं जानने वाले को लगेगा ये बंगला भाषा बोल रहे. ഭാഷ അറിയാത്തവർക്ക് തോന്നി ഇവര് ബംഗ്ലാ ഭാഷയാണ് പറയുന്നത്. दोनों एक ही जैसे. രണ്ടും ഒരുപോലെയാണ്. अभी एली एली लमा असबक्तानी और ले एली एली लमा सबक्तानी एक ही मतलब है. ഏലി ഏലി ലമ്മ असबक्तानी സബക്താനി, ഏലി ഏലി ലമ്മ സബക്താനി एक ही मतलब है. मतलब क्या है? हे पिता तू मुझे क्यों छोड़ दिया है. അർത്ഥം എന്താണ്? എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്? ये दाऊद ने लिखा है भजन संगीता 22 में. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. दाऊद को लगा ദാവീദിന് തോന്നി परमेश्वर उसको त्यागा है. ദൈവം എന്നെ കൈവിട്ടു എന്ന്. एक इंसान का फीलिंग है. ഒരു മനുഷ്യന്റെ ഫീലിംഗ്, वही फीलिंग यीशु मसीह ने क्रूस में महसूस किया. അതേ ഫീലിംഗ് ആണ് യേശു കർത്താവ് ക്രൂശിൽ पिता ने उसको त्याग दिया है. പിതാവ് എന്നെ ഉപേക്ഷിച്ചതായിട്ട്. इसका मतलब क्या है? എന്റെ അർത്ഥം मानव कुल का पाप का बोझ खुद उनका शरीर में आ गया. മുഴുവൻ മാനവരാശിയുടെയും പാപത്തിന്റെ അപാരം യേശു കർത്താവ് परमेश्वर से दूर चला गया इंसान का अवस्था वो फील करना शुरू किया. ദൈവത്തിന് ദൂരത്ത് പോയ മനുഷ്യന്റെ അവസ്ഥ യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് ഫീൽ ആയിട്ട് കടന്നു വന്നു. जानते पाप का वजह से നിങ്ങൾക്കറിയാമോ, പാപ मानव कुल को മനുഷ്യർക്ക് हो गया सबसे बड़ा नुकसान. അവർക്ക് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം
presence of God, ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. परमेश्वर का उपस्थिति, ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് നഷ്ടമായി പോയി. परमेश्वर से जो क्लोजनेस है वो नष्ट हो गया. ദൈവമായിട്ടുള്ള അടുപ്പം അവർക്ക് നഷ്ടമായി പോയി പാപനിമിത്തം. यीशु फील कर रहे क्रूस में, യേശു അത് അനുഭവിക്കുകയാണ് ക്രൂശിക്കിടുന്നത്. क्योंकि यीशु पूर्ण मनुष्य बन के आया. കാരണം യേശു മുഴുവൻ ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് മുമ്പിലേക്ക് കടന്നത്. एक इंसान कैसे फील करना चाहिए वो पूर्ण तौर से यीशु फील कर रहे. ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത് മുഴുവനായിട്ട് യേശു കർത്താവ് ക്രൂശിൽ അനുഭവിക്കുകയാണ്. अगर कोई भी कहते ആരെങ്കിലും ഇങ്ങനെ പറയുകയാണ് यीशु वो बात फील नहीं किया, യേശു അത് ഫീൽ അനുഭവിച്ചില്ല എന്ന് പറയുകയാണ്. यीशु ने ये कहा नहीं, യേശു ഇത് പറയുന്നില്ല. हे मेरा पिता तूने मुझे क्यों त्यागा है, वैसे कहा नहीं करके कोई भी कहते तो എന്റെ പിതാവ് നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശു പറയുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ वो एक गलत उपदेश है. അത് തെറ്റായ ഉപദേശമാണ്. क्यों गलत उपदेश होते? എന്തുകൊണ്ടാണ് തെറ്റായ ഉപദേശം? क्योंकि കാരണം वो एक सबूत है. यीशु का वो सेंटेंस एक सबूत है. ആ യേശു പറയുന്ന അത് ഒരു തെളിവാണത്. यीशु पूर्ण रूप में मनुष्य बन के आया उसका प्रूफ है. യേശു പൂർണ്ണനായ ഒരു മനുഷ്യനായിട്ട് കടന്നു വന്നതിന്റെ തെളിവാണ്. अगर यीशु पूर्ण रूप में मनुष्य नहीं बना യേശു പൂർണ്ണ രൂപമായിട്ട് ഒരു മനുഷ്യനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ तो यीशु को फील होने वाला नहीं था. യേശുവിനെ അതൊരിക്കലും ഫീൽ ചെയ്യുകയില്ലായിരുന്നു. यीशु पूर्ण रूप में जड़ में उतर आया. യേശു പൂർണ്ണമായിട്ട് ജഡത്തിലാണ് വന്നത്. यीशु आधा परमेश्वर आधा मनुष्य नहीं है. യേശു പകുതി മനുഷ്യനും പകുതി ദൈവമായിട്ട് यीशु 100% मानव बन के आया. പൂർണ്ണ മനുഷ്യനായിട്ട് കടന്നു. यीशु 100% परमेश्वर ही है. അതുപോലെ തന്നെ 100% അവൻ तो ദൈവം. क्रूस में उनका जान उन्होंने दे दिया, ക്രൂശിൽ തന്റെ ജീവൻ അർപ്പിച്ചു. उसका मनुष्यत्व में, തന്റെ ह्यूमन नेचर में. തന്റെ മനുഷ്യത്വത്തിലാണ് തന്നെ. तो पूर्ण रूप में मनुष्य बन के आया यीशु महसूस कर रहे मनुष्य मानव कैसे पिता परमेश्वर से दूर चला गया. പൂർണ്ണനായ മനുഷ്യനായിട്ട് കടന്നു വന്ന യേശു കർത്താവ് ക്രൂശിൽ അനുഭവിക്കുകയാണ്. आज का जमाना में മനുഷ്യര് ദൈവത്തിൽ നിന്ന് ദൂരത്ത് പോകും. आज का जमाना में ഇന്നത്തെ കാലത്ത് नया नया बहुत डॉक्ट्रिन लोग बनाते പുതിയ हैं. പുതിയ ഒത്തിരി ഡോക്ടർസ് കടന്നു വരും. मैं एक बात बोलना चाहता हूँ, ഒരു കാര്യം നിങ്ങളോട് പറയും. कम से कम हार्वेस्ट मिशन का कलीसिया का लोगों को കുറഞ്ഞത് നമ്മുടെ ചർച്ചിലുള്ളവരെങ്കിലും हमें बहुत चौकस रहना पड़ेगा. വളരെ ശ്രദ്ധയോടെ मैं बहुत बार इस बात बताया. പലപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. इतना यूट्यूब का जरिया वीडियोस आते, യൂട്യൂബിൽ കൂടെ ഒത്തിരി വീഡിയോകൾ കടന്നു വരും. कृपा करके सबको पीछा मत करो. बहुत डेंजरस है आज का जमाना. നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ട് അതിനെ അനുഗമിക്കരുത്. വളരെ അപകടകരമാണ്. पहले का जमाना ऐसे नहीं था. പണ്ടത്തെ കാലം അങ്ങനെയല്ലായിരുന്നു. पहले का जमाना में ऐसे माध्यमों बहुत कम उपलब्ध था. പണ്ടത്തെ കാലത്ത് ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ കുറവ് മാത്രമായിരുന്നു. अभी किसी के पास भी एक मोबाइल है, इंटरनेट है, उन्होंने जो समझ के रखा कोई भी बेवकूफ़ी पब्लिश कर सकते हैं. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. അവരെന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് വിഡിത്തമാണെങ്കിൽ അത് അവർ അതിൽ കൂടെ പറഞ്ഞു പിടിക്കും. फिर कोई भी बेवकूफ़ी को भी पीछा करने के लिए 10 लोग मिलेगा. ഈ വിഡിത്തരത്തെ അനുഗമിക്കാനും കുറെ ആൾക്കാരുണ്ട്. लोगों को परखने का ये ज्ञान समझ नहीं है. ഇന്നത്തെ കാലത്ത് അവർക്ക് വിവേചിക്കാനുള്ള ഒരു കഴിവ് കുറവാണത്. तो ऐसे ऐसे नया डॉक्ट्रिन्स आ रहे हैं. അതുകൊണ്ട് ഇങ്ങനെ പുതിയ പുതിയ ഓരോരോ ഡോക്ടർസ് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. क्या कह रहे हैं मालूम है? എന്താണ് പറയുന്നത്? यीशु ने कालवर के क्रूस में ऐसे बताया नहीं. യേശു കാൽവരി ക്രൂസിൽ ഇങ്ങനെ പറഞ്ഞില്ല എന്നവർ പറയുന്നു. ऐसे अगर नहीं बताया तो അങ്ങനെ യേശു കർത്താവ് इसका मतलब അതിന്റെ അർത്ഥം यीशु का ह्यूमन नेचर को उसके ऊपर एक क्वेश्चन हो रहे. യേശുവിന്റെ പൂർണ്ണ മനുഷ്യനായിട്ട് കടന്നു വന്നതിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടാണ്. इसका मतलब यीशु पूर्ण रूप में जड़ में अवतार नहीं हुआ. അതിന്റെ അർത്ഥം അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ യേശു പൂർണ്ണമായിട്ട് മനുഷ്യനായിട്ട് വന്നില്ല वो എന്ന്. बहुत बड़ा डॉक्ट्रिनल इश्यू है. അത് വലിയൊരു ഡോക്ടറൽ ഇഷ്യൂ ആണ്. यूहन्ना का पत्री पहले पत्री अध्याय 4 में യോഹന്നാൻ 1:4 അധ്യായത്തില് यूहन्ना ने स्पष्ट रूप में लिखा, യോഹന്നയോട് വ്യക്തമായിട്ട് എഴുതി, जो आत्मा सिखाते, ആത്മാവ് പഠിപ്പിക്കുന്നത്, जो जिस आत्मा सिखाते ഏത് ആത്മാവാണോ പഠിപ്പിക്കുന്നത്, यीशु जड़ में नहीं आया, ഏത് ആത്മാവാണ് പഠിപ്പിക്കുന്നത് യേശു ജഡത്തിൽ വന്നില്ല എന്ന്. उस आत्मा परमेश्वर का ओर से नहीं है. ആ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല. तो इट इज वेरी इंपॉर्टेंट अबाउट द टीचिंग ऑफ ह्यूमन नेचर ऑफ जीसस क्राइस्ट. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് യേശുവിന്റെ
മാനുഷിക സ്വഭാവത്തെ പറ്റി പഠിപ്പിക്കുന്ന वो एक बहुत बड़ा पिलर है, अपना फेथ का बहुत बड़ा एक पिलर है. നമ്മുടെ വിശ്വാസത്തിന്റെ വലിയൊരു നെടും തൂണാണത്. उस पिलर को तोड़ेगा तो ആ പില്ലറിനെ തകർത്ത് കളഞ്ഞാൽ शैतान बहुत खुश हो जाएगा. പിശാച് വളരെ സന്തോഷം. So nowadays people start to teach in that way. ഇന്നത്തെ കാലത്ത് ജനങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. हालेलुया. यीशु ने क्रूस में ऐसे कहा नहीं. യേശു ക്രൂശിൽ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് അവർ പഠിപ്പിക്കുന്നു. इसलिए मैं कह रहा हूँ बहुत हमें चौकस रहना पड़ेगा. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായി बहुत चौकस रहना पड़ेगा. വളരെ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. यीशु ने क्यों कहा क्रूस में एली एली लमा सबक्तानी, യേശു എന്തുകൊണ്ടാണ് ക്രൂശിൽ ഇങ്ങനെ പറഞ്ഞത് ഏലി ഏലി ലമ്മാ हे पिता मुझे क्यों त्यागा है? എന്റെ പിതാവേ നീ എന്തുകൊണ്ടാണ് എന്നെ കൈവിട്ടത്? क्योंकि वो 100% मनुष्य बन के आया കാരണം യേശു കർത്താവ് 100% മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ और उन्होंने क्रूस में लिटरली महसूस किया. ക്രൂശിൽ അത് പൂർണ്ണമായിട്ട് अंग्रेजी में डिप्राइव्ड करके शब्द उपयोग करते हैं. डिप्राइव्ड, ഇംഗ്ലീഷിൽ ഡിപ്രൈഡ് എന്ന डिप्राइव्ड फ्रॉम गॉड, है ना. ഡിപ്രൈഡ് ഫ്രം ഗോഡ് എന്ന पाप का वजह से परमेश्वर से अलग हो गया, डिप्राइव हो गया. പാപനിമിത്തം ദൈവത്തിന് ദൂരത്ത് പോയി. वो मानव कुल का अवस्था था. അത് ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. कभी मनुष्य का पाप को उनके ऊपर लेके वो क्रूस में चढ़ गया. മുഴുവൻ മാനവരാശിയുടെ പാപം തന്റെ തോളിലേറ്റ് ക്രൂശ് In his human body, തന്റെ ഹ്യൂമൻ ബോഡി he is feeling, യേശു ओ पिता बहुत दूर चला गया. എന്റെ പിതാവ് എന്നിൽ നിന്ന് यशायाह का ദൂരത്തായി पुस्तक में लिखा है. യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. आप क्या सोच रहे? परमेश्वर का हाथ छोटा हो गया? നിങ്ങൾ എന്താണ് ചെയ്തത്? കർത്താവിന്റെ കരം आप क्या सोच रहे? परमेश्वर दूर है? ദൈവം ദൂരത്തായി നിങ്ങൾ ചിന്തിക്കുന്നു. It's your sin. നിങ്ങളുടെ പാപനിമിത്തമാണത്. आपका पाप का वजह से परमेश्वर आपसे दूर है. നിങ്ങളുടെ പാപനിമിത്തമാണ് ദൈവം നിങ്ങളെ सो पाप क्या करेगा? പാപം എന്ത് ചെയ്യും? परमेश्वर से हमें दूर करेगा. ദൈവത്തിന് നമ്മളെ ദൂരത്താക്കും. सो होलीनेस जितना अपना जीवन में है, വിശുദ്ധി എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ we will feel more confidence, more closeness with God. നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മവിശ്വാസം കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. हालेलुया. Hallelujah. हमें बहुत ऐसे एक शुद्ध विवेक मिलेगा प्रभु की उपस्थिति में जाने के लिए. അതുകൊണ്ട് നല്ല ശുദ്ധ മനസ്സാക്കി इसलिए हमेशा हमें पाप से लट के जीना അതുകൊണ്ട് है. എപ്പോഴും നമ്മൾ പാപത്തോട് പോരാടി മാറി ജീവിക്കണം. पाप को घृणा करना है. പാപത്തെ നമ്മൾ വെറുക്കണം. ऐसे हर दिन प्रार्थना करना. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. प्रभु हालेलुया, पाप का ऊपर पश्चाताप होने वाला एक दिल मुझे बने रख दीजिए. കർത്താവേ പാപത്തെ വെറുക്കുവാൻ പശ്ചാത്താപമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. हालेलुया. कितना बड़ा भोज यीशु ने अनुभव किया. എത്ര വലിയ ഭാരമാണ് ഈശോ. अब गत्समना वाटिका का और देख लीजिए. ഗത്സമന തോട്ടത്തിലേക്ക് ഒന്ന് നോക്കൂ. उधर क्या पढ़ सकते हैं? അവിടെ നമ്മൾ എന്താണ് വായിക്കുന്നത്? उस पाप का भोज का कारण से ആ പാപത്തിന്റെ ഭാരമെടുത്ത് हालेलुया यीशु ने ऐसे विलाप किया, ऐसे पुकारा. യേശു ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞു. उसका पसीने के साथ में लहू भी वो बहाना शुरू किया. യേശുവിന്റെ വേർപ്പ് രക്തമായിട്ട് പൊടിഞ്ഞതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ओ माय गॉड हालेलुया. कितना भोज उन्होंने उठाया. അത്രമാത്രം ആ ഭാരം യേശു കർത്താവ് വഹിച്ചു. हालेलुया. थैंक यू जीसस. थैंक यू जीसस. थैंक यू जीसस. The wages of sin. പാപത്തിന്റെ ശമ്പളം. हार्वेस्टेड ग्रुप कितना बड़ा है. പാപത്തിന്റെ ശമ്പളം എത്ര വലുതാണ്. हे पिता मुझे क्यों त्यागा है. പിതാവേ എന്റെ പിതാവേ നീ എന്തുകൊണ്ടാണ് എന്നെ കൈവിട്ടത്? अगर यीशु को ऐसे महसूस हो गया, യേശുവിന് അങ്ങനെ തോന്നിയെങ്കിൽ क्या कभी हमें नहीं महसूस हो सकते? നമുക്ക് അങ്ങനെ തോന്നിയില്ലയോ? इसलिए मैं ये कहना चाहता हूँ. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. मैं थोड़ा मैसेज से एक्सप्लेनेशन में ज्यादा गया, लेकिन मैं छोटा करके कहना चाहता हूँ. ഞാൻ ചുരുക്കി പറയുകയാണ്. हम सबके जीवन में എല്ലാവരുടെയും ജീവിതത്തിൽ कभी ना तो कभी ऐसे महसूस हो गया है, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. प्रभु ने मुझे त्यागा है, കർത്താവിനെ ഉപേക്ഷിച്ചു നമുക്ക് തോന്നാറുണ്ട്. प्रभु मेरे साथ में नहीं है. ദൈവന്റെ കൂടെ ഇല്ല എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. हम ऐसे सोचते हैं, നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, प्रभु अगर मेरा साथ में होते तो ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ये सब कुछ मेरे साथ में क्यों हो रहे. ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു നമ്മൾ ചിന്തിക്കും. ऐसे घटना वो मेरा जीवन में क्यों होते. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ കടന്നു. ऐसे दुर्घटना वो मेरा जीवन में क्यों होते. ഇങ്ങനെയുള്ള ദുർഘടനകൾ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ വന്നത്. मैं वचन संहिता 124 में आएगा, 124 നമുക്ക് വരാം. लेकिन उससे पहले എന്നാൽ അതിനു മുൻപായിട്ട്
शमूएल का किताब में एक भाग में अपना ध्यान लाएगा. ശമൂവേലിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരും. पहले शमूएल अध्याय 4 में हम एक घटना देख सकते हैं. 1 ശമൂവേൽ 4 അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുകയാണ്. इसराइल और फिलिस्तियों का बीच में बहुत बड़ा लड़ाई हुआ. ഇസ്രായേലിന്റെയും ഫെലിസ്തീനിന്റെയും നടുവിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. इसराइल और फिलिस्तियों का बीच में ഇസ്രായേലിലെ ഫെലിസ്തീനിന്റെ മധ്യത്തില് एली याजक का समय में ഏലി പുരോഹിതന്റെ സമയത്ത് उफनी और फिनहास एली के बच्चों कुकर्म करके पाप करके जीने वाला उस जमाना में ഏലിയുടെ പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പാപം ചെയ്ത് ജീവിച്ച സമയത്ത് बहुत बड़ा युद्ध आ गया. വലിയൊരു യുദ്ധം കടന്നു വന്നു. अभी अध्याय 4 का पहले आयत में इसे लिखा है അധ്യായം 4 ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. यहोवा का वचन शमूएल के ओर से आया. ദൈവത്തിന്റെ വചനം ശമൂവേലിൽ നിന്ന് വന്നത് അരുളപ്പാട്. वो वचन सुन के फिलिस्तियों का विरुद्ध में युद्ध में गया. വചനം കേട്ടിട്ട് അവർ ഫെലിസ്ത്യർക്ക് വിരോധമായിട്ട് യുദ്ധത്തിന് പോയി. ऐसे नहीं, ये प्रो का अगुवाई नहीं. ദൈവത്തിന്റെ ആലോചന ഇല്ലാന്നല്ല അവർ പോയത്. यहोवा का एक अगुवाई पाके युद्ध में गया. ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചിട്ടാണ് ഒരു യുദ്ധത്തിന് കടന്നുപോയത്. शमूएल तो बहुत विश्वास योग्य भविष्यवक्ता है. ശമൂവേൽ വളരെ വിശ്വസനായ പ്രവാചകനായിരുന്നു. वो कभी भी झूठा भविष्यवाणी बोलने वाला नहीं है. ഒരിക്കലും തെറ്റായ പ്രവചനം പറയുന്ന വ്യക്തിയല്ലായിരുന്നു. दान से लेकर बर्शेबा तक ദാൻ മുതൽ ബേർശേബ വരെ पूरा देश में लोग विश्वास करने वाला भविष्यवक्ता. മുഴുവൻ ദേശത്തിലും മറ്റുള്ള വിശ്വസ്തരെ എണ്ണിയ പ്രവാചകനായിരുന്നു. तीसरा अध्याय का 19वां आयत में इसे लिखा है 3-ാം അധ്യായത്തിന്റെ 19 എഴുതിയിരിക്കുന്നു. शमूएल भविष्यवक्ता ശമൂവേൽ പ്രവാചകൻ जब बड़ा हो गया മുതിർന്നപ്പോൾ परमेश्वर उसका साथ में था. ദൈവം ശമൂവേലിന്റെ കൂടെ परमेश्वर उसका पक्ष में था. ദൈവം ശമൂവേലിന്റെ പക്ഷത്തായി. गॉड वॉज विथ हिम. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. क्या सीखा? अरे अगर परमेश्वर अपने साथ में नहीं होते तो നമ്മൾ എന്താണ് പഠിച്ചു വരുന്നത്? ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ. उधर ऐसे लिखा है എന്നാൽ ഇവിടെ പ്രകാരം शमूएल के साथ में परमेश्वर था. ശമൂവേലിനോടൊപ്പം ദൈവം കൂടെ ഉണ്ടായിരുന്നു. इसीलिए അതുകൊണ്ട് उन्होंने जो बोला वचनों में कोई भी वचन निष्फल नहीं हुआ. ശമൂവേൽ പറഞ്ഞ ഒരു വചനം പോലും നിഷ്ഫലമായി. मतलब एक भविष्यवाणी भी मिस्टेक नहीं हुआ. ഒരു പ്രവചനത്തിൽ പോലും മിസ്റ്റേക്ക് കടന്നു വന്നില്ല. हालेलुया. क्या उतना परफेक्ट भविष्यवाणी बोलने के लिए हालेलुया शमूएल कैसे कामयाबी हो गया? ഇത്ര കൃത്യമായിട്ട് പ്രവചനം പറയാൻ എങ്ങനെയാണ് क्योंकि परमेश्वर उसका पक्ष में था. കാരണം ദൈവം അവന്റെ പക്ഷത്തുണ്ടായിരുന്നു. परमेश्वर उसका साथ में था. ദൈവം ശമൂവേലിന്റെ കൂടെ ഉണ്ടായിരുന്നു. ऐसे लिखा है. പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. जरा पढ़ लीजिए 19वां आयत है. पहले शमूएल 3 का 19 पढ़ लीजिए. ശമൂവേൽ 3:19 हाँ हाँ. कोई भी बात निष्फल होने नहीं दी। उसने उसकी कोई भी बात निष्फल होने के लिए नहीं दी. യേശു ദൈവം ശമൂവേൽ പറയുന്ന ഒന്നും व्यर्थमागुआ. വ്യർത്ഥമായി പോകാൻ അനുവദിച്ചില്ല. परमेश्वर का वचन जो भी शमूएल कहा ദൈവത്തിന്റെ വചനം എന്തെല്ലാം ശമൂവേൽ പറഞ്ഞു, परमेश्वर साथ में रह के ദൈവം കൂടെ ഇരുന്നുകൊണ്ട് वो पूरा करके दिया. അതെല്ലാം സാധിച്ചു കൊടുത്തു. अगर परमेश्वर साथ में नहीं होते तो ദൈവം കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ उस वचनों में पूरा होने वाला नहीं था. ആ വചനങ്ങളൊന്നും ശമൂവേൽ പറഞ്ഞൊന്നും कोई भी भविष्यवाणी निष्फल होने के लिए नहीं दिया. ശമൂവേൽ പറഞ്ഞ ഒരു പ്രവചനം പോലും നിഷ്ഫലമായി പോകാൻ അനുവദിച്ചില്ല. आयत अध्याय 4 का पहले आयत അധ്യായം 4-ന്റെ 1-ാം വാക്യം ശമൂവേൽ क्या लिखा है देखो. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? शमूएल का वचन हाँ सारे इस्राएल के पास पहुंचा हाँ. और इस्राएली फलिस्तियों से युद्ध करने को निकले। देखो शमूएल का वचन पहुंचने का कारण से युद्ध करने के लिए गया. ശമൂവേലിന്റെ വചനം എത്തിയത് കൊണ്ടാണ് ഒരു യുദ്ധം ചെയ്യാൻ പോയത്. अगर शमूएल का वचन पहुंचने का कारण से युद्ध करने के लिए गया तो ശമൂവേലിന്റെ വചനം അവിടെ എത്തിയത് കൊണ്ട് അവർ യുദ്ധം ചെയ്യാൻ പോയതിനാൽ जीत मिलना चाहिए. അങ്ങനെയെങ്കിൽ ജയം ലഭിക്കണം. सही है ना? प्रभु ने बोल के खत्म हो रखा तो जीत मिलना ദൈവം പറഞ്ഞിട്ടാണ് സ്റ്റെപ്പ് വെക്കുന്നെങ്കിൽ ജയം ലഭിക്കണം. पक्का है ना? ഉറപ്പല്ല. प्रभु बोला उतरा युद्ध के लिए. ദൈവം പറഞ്ഞു യുദ്ധത്തിന് ഇറങ്ങുവാൻ. लेकिन क्या हो गया मालूम है? എന്നാൽ എന്താണ് സംഭവിച്ചത്? आगे का भागों में लिखा है മുന്നോട്ടുള്ള ഭാഗത്തിൽ दूसरा आयत में 2-ാം വാക്യം क्या लिखा है? 4 का दूसरा आयत. तब फिलिस्तियों ने हाँ घमासान युद्ध होने लगा हाँ और तब इस्राएलियों फलिस्तियों से
हार गए। हाँ उन्होंने कोई 4000 इस्राएलियों सेना के पुरुषों को मैदान में ही मार डाला। देखो इस्राएल का पराजय इधर देख रहे, ഇസ്രായേലിന്റെ പരാജയമാണ് നമ്മൾ 4000 लोग मर गया। 4000 പേർ അവര് അവിടെ സംഹരിച്ചു. हालेलुया। युद्ध में इस्राएल को कभी कभी पराजय हुआ है। ഇസ്രായേൽ പലപ്പോഴും യുദ്ധത്തിൽ പരാജയം വന്നിട്ടുണ്ട്. परमेश्वर का वायदा है उसके साथ में, ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട് ഇസ്രായേലിനോട്. परमेश्वर का वचन के अनुसार खत्म में रखा, ദൈവത്തിന്റെ വചനം അനുസരിച്ചാണ് അവർ സ്റ്റെപ്പുകൾ വെച്ചത്. फिर क्यों पराजित हो गया? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടത്? अगले आयतों में हम क्या देख सकते हैं? അടുത്ത വാക്യം നമ്മൾ എന്താണ് കാണുന്നത്? इसराइल का बुजुर्ग लोग मिलके पूछ रहे, ഇസ്രായേലിലെ പ്രായമുള്ളവർ ചേർന്ന് ചോദിക്കുക, आज यहोवा परमेश्वर ने फिलिस्तियों के आगे हमें क्यों हराया? ഇസ്രായേൽ മൂപ്പന്മാർ പറയുകയാണ്, ഇന്ന് യഹോവ നമ്മെ ഫെലിസ്ത്യരോട് തോൽക്കുമാറാക്കിയത് എന്തുകൊണ്ട്? क्यों हम हार गया? എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്? യുദ്ധത്തിൽ? अपना पराजय का कारण क्या है? പരാജയത്തിന്റെ കാരണം എന്ത്? परमेश्वर का वचन सुन के आगे खत्म रखने का बावजूद भी ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചതിന് ശേഷം अगर पराजित हो गया, പരാജയപ്പെട്ടുവെങ്കിൽ हमें खुद को परखना है, जांचना है, पराजय का कारण क्या है। നമ്മൾ നമ്മളെ തന്നെ സ്വയം ശോധന ചെയ്യണം. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തില് ഈ പരാജയം? इसराइल काफी बार पराजित होने का कारण ഇസ്രായേൽ മക്കള് അനേക പ്രാവശ്യം പരാജയപ്പെട്ടതിന്റെ परमेश्वर पसंद नहीं करने वाला कुछ चीज उनका जीवन में बाकी रह गया था। ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ വെച്ചിരുന്നത് കൊണ്ടാണ് അവർ പരാജയം. उदाहरण बोलेगा तो ഉദാഹരണം പറഞ്ഞാൽ यरीहो शहर पकड़ने के बाद में യെരിഹോ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം हाई करके एक छोटा शहर का विरुद्ध में इसराइली युद्ध करने के लिए गया। പറഞ്ഞൊരു ചെറിയ പട്ടണ വിരോധമായിട്ട് അവർ यरीहो बहुत बड़ा शहर था, യെരിഹോ വലിയ പട്ടണം, अनाक वंशियों का शहर था, അനാക്കി വംശമാരുടെ बड़े घट से सुरक्षित किया हुआ शहर था, ഈ കോട്ടകളാൽ സുരക്ഷിതമാക്കിയ പട്ടണമായിരുന്നു. लेकिन इतना बड़ा विक्ट्री उनको उधर मिला। യെരിഹോ പട്ടണത്തിൽ വലിയ വിജയം ദൈവം അവർക്ക് കൊടുത്തു. इंसान का हाथ से नहीं, ये परमेश्वर यरीहो को गिराया। മനുഷ്യന്റെ കരം കൊണ്ടല്ല കർത്താവ് യെരിഹോവിനെ വീഴ്ത്തിയത്. हालेलुया। अगला युद्ध, അടുത്ത യുദ്ധം छोटा शहर। ചെറിയൊരു യുദ്ധം. ये लोग क्या सोचा मालूम है? अरे ये तो हम आराम से जीत जाएगा। മക്കള് ചിന്തിച്ചു, ഈ ചെറിയ പട്ടണം ഞാൻ जोशुआ ने कहा ज्यादा लोग जाने का जरूरत नहीं है, യോശുവ പറഞ്ഞു, അധിക ആൾക്കാർ एक छोटा आर्मी को भेजो, हाई को हम पकड़ के लेके आए। സൈന്യത്തെ അയക്കുകയോ നമ്മൾ ഹായിയെ പിടിച്ചടക്കും. कभी कभी क्या होता है मालूम है? പലപ്പോഴും എന്താണ് बहुत बड़ा विक्ट्री വലിയ വിജയം, हमें ओवर कॉन्फिडेंस बनाएगा, വലിയൊരു വിജയം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയതിനു ശേഷം നമുക്ക് ഓവർ കോൺഫിഡൻസ് കിട്ടും. हम फिर परमेश्वर पर भरोसा रखेगा नहीं, ശേഷം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കില്ല. हम सोचेगा हमें कर पाएगा, നമ്മൾ ചിന്തിക്കും നമുക്ക് സ്വയം हम अपने रास्ता में चलना शुरू करेगा നമ്മൾ നമ്മുടെ സ്വന്തം വഴി നടക്കും. विदाउट आस्किंग गॉड। ദൈവത്തോട് ആലോചന ചോദിക്കാതെ हालेलुया। प्रभु पर निर्भर होके नहीं, अपना मर्जी में, वाह वो तो होने वाला है। ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ कितना भी जीवन में हम विजय प्राप्त करने दीजिए, നമ്മുടെ ജീവിതത്തിൽ എത്ര വിജയം നമ്മൾ പ്രാപിച്ചാലും हमें परमेश्वर पर भरोसा रखने से दूर होना नहीं है। നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമ്മൾ ഒരിക്കലും ദൂരത്ത് छोटा शहर है सोच के, ചെറിയ പട്ടണമെന്ന് ചിന്തിച്ചിട്ട് शत्रु का शक्ति को कम समझकर ശത്രുവിന്റെ ശക്തിയെ ചെറുതായി കണ്ടിട്ട് जोशुआ ने बोला छोटा जून को भेजेगा। യോശുവ പറഞ്ഞു, ഞാൻ ചെറിയ 3000 लोग जाके उनको हमला करना है ना, बस एक कुछ लोग जाओ ना, बस। हालेलुया। 3000 പേര് लेकिन जैसे युद्ध शुरू हो गया, യുദ്ധം തുടങ്ങിയപ്പോൾ इसराइल का लोग गिरना शुरू किया। മക്കൾ ഓരോരുത്തരായി പട്ടുപോകാൻ തുടങ്ങി. They miscalculated the power of the evil. അവര് ശത്രുവിന്റെ ആ ശക്തിയെ അളക്കുന്നതിൽ അവർ शत्रु പരാജയപ്പെട്ടു. का सामर्थ्य को मापने में वो पराजित हो गया। ശത്രുവിന്റെ ശക്തിയെ അവർ ചെറുതായിട്ട് കണ്ടു. उन्होंने ये भूल गया, അവരിത് മറന്നുപോയി. उनका विजय आते उनका दल का बल से नहीं है, परमेश्वर का है ना, हालेलुया, बल से परमेश्वर साथ में है तो ही वो लोग जीत पाएगा। അവരിത് മറന്നുപോയി. ഞങ്ങളുടെ വിജയം ലഭിക്കുന്നത് ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ലഭിക്കൂ. अगर परमेश्वर साथ में नहीं है तो ദൈവം കൂടെ ഇല്ല എങ്കിൽ जीतने वाला नहीं है। ഒരിക്കലും അവർ ജയിക്കും. अब इसराइल का बुजुर्ग लोग पूछ रहे हम क्यों हार गया? ഇസ്രായേലിലെ മൂപ്പന്മാർ ചോദിക്കുകയാണ്, इधर लिखा शमूएल के साथ में यहोवा था, ശമൂവേലിനോടൊപ്പം ദൈവം ഉണ്ടായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നു. है ना, शमूएल के साथ में यहोवा था, ശമൂവേലിനോടൊപ്പം लेकिन युद्ध करने के लिए गया लोगों के साथ में यहोवा नहीं था। യുദ്ധത്തിനായിട്ട് പോയ ആ ജനത്തിന്റെ കൂടെ യഹോവ ഇല്ലായിരുന്നു. क्यों?
എന്തുകൊണ്ടാണ് आगे का भागों में लिखा है, മുന്നോട്ട് ഭാഗത്തിൽ वो എഴുതിയിരിക്കുന്നു. लोग कहा അവർ പറയുകയാണ് हम संदूक लेके आए नहीं इसलिए पराजित हो गए, അവർ പറയുകയാണ് ഞങ്ങൾ കൊണ്ടുവന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പരാജയം. इसलिए वो लोग सोचे संदूक लेके आए. അതുകൊണ്ട് അവർ നിയമപ്പെട്ട എടുക്കാൻ उनका सोच संदूक लेके आएगा तो परमेश्वर को वसुदी साथ में रहेगा. അവർ ചിന്തിച്ച് നിയമപ്പെട്ട ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ओफनी और फिनहास संदूक लेके आया, നിയമപ്പെട്ടകുമായിട്ട് വന്നു, लेकिन यहोवा साथ में नहीं आया. എന്നാൽ കർത്താവ് കൂടെ വന്നില്ല. संदूक एक हालेलुया उनका एक बहुत बड़ा आइकन, एक बहुत बड़ा बिंब है जिसके ऊपर उन्होंने उम्मीद रखा इस संदूक के ऊपर परमेश्वर काम करेगा. നിയമപ്പെട്ടകം അവര് വലിയ അതിൽ പ്രതീക്ഷ വെച്ചു ഇതുണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്ന്. एक रिलीजियस आइकन कहा सकते हैं हम, एक धर्म का एक निशाना. ഒരു മതത്തിന്റെ ഒരു ചിഹ്നമായിട്ട് അവർ അതിനെ हाँ, एक धर्म का निशाना संदूक. മതത്തിന്റെ ഒരു ചിഹ്നം. तो इन्होंने सोचा संदूक लेके आएगा तो कुछ होने वाला है. അതുകൊണ്ട് അവർ ചിന്തിച്ച് നിയമപ്പെട്ടം धर्म का कोई निशाना से प्रभु को वस्तु आएगा नहीं. ഒരു മതത്തിന്റെ എന്തെങ്കിലും ചിഹ്നം കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയില്ല. बाइबल घर में रखेगा तो कोई मतलब नहीं है. ബൈബിൾ വീട്ടിലുണ്ടെന്ന് ഓർത്ത് അല്പം നടക്കുകയില്ല. कुछ लोग सोचते हैं बाइबल मेरे हाथ में है. नहीं, कुछ मतलब ബൈബിൾ नहीं. എന്റെ കയ്യിലുണ്ടല്ലോ. जब तक बाइबल का वचनों में आपका दिल के अंदर नहीं है, വരെ ദൈവത്തിന്റെ ബൈബിളിലെ വചനം वचन को आप पालना नहीं करते, ബൈബിളിലെ വചനം നിങ്ങൾ ये एक चिन्ह, एक निशाना है, एक बिंब है ना, एक हालेलुया, ये हाथ में रखे कोई मतलब नहीं है. വചനം ഉള്ളിലില്ലെങ്കിൽ ഇത് ഒരു ചിഹ്നമാണ്, ये केवल कागज है. ഇത് പേപ്പറാണ്. लेकिन वचन जब अंदर आएगा, अपना जीवन में वास करेगा, तभी उस जो पावर हमें आते हैं. എന്നാൽ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അതിന്റെ ശക്തി കടന്നു വരുന്നത്. कुछ लोग घर में ऐसे बहुत अच्छा जगह बना के बाइबल को उधर प्रतिष्ठित करते हैं. कुछ लोग बाइबल को बहुत अच्छा जगह बना के उधर ऐसे प्रतिष्ठित करते हैं. ചിലര് ബൈബിളിനെ നല്ല സ്ഥലം ഉണ്ടാക്കിയിട്ട് ഷോക്കേസിലൊക്കെ അതിനെ എടുത്ത്, शोकेस नहीं, छोटा मंदिर जैसे बना के भी लोग रखते हैं. ചിലര് നല്ല മന്ദിരം പോലെ आप ഉണ്ടാക്കിയിട്ട് शंका है तो कैथोलिक लोगों का घर में जाओ, आप देखेगा കാത്തലിക്സിന് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും एक मदर मेरी का तस्वीर लगाने के बाद में बाइबल उधर रखेगा. ഒരു മദർ മേരിയുടെ പിക്ചർ വെച്ചിട്ട് അവിടെ വെക്കും. हालेलुया. उनका सोच क्या है, बाइबल बहुत पूजित वस्तु है, उसको ऐसे रखना है. അവരുടെ ചിന്ത ബൈബിള് പൂജിക്കേണ്ട വസ്തുവാണ്, അതുകൊണ്ട് അവിടെ വെക്കണം. हालेलुया. लोग पढ़ेगा नहीं वो. വായിക്കയില്ല ഒരിക്കലും. अच्छा मंदिर बना के बाइबल रखे, क्या मतलब है? നല്ല कोई पावर नहीं है. മന്ദിരം ഉണ്ടാക്കി वो ബൈബിൾ सिर्फ अक्षर है, कागज है. അതൊരു പേപ്പറുമായിട്ട്, लेकिन बाइबल उधर से निकाल कर अपना हाथ में रखे पढ़ना शुरू करेगा, बाइबल का वचन दिल के अंदर आएगा, वो पालना करेगा, तभी बाइबल का सामर्थ्य आपके लिए काम करने वाला है. എന്നാൽ ബൈബിൾ അവിടെ നിന്ന് നിങ്ങൾ എടുത്തിട്ട് പൂജിക്കുന്ന സ്ഥലത്ത് എടുത്തിട്ട് അത് വായിച്ച് അതിലെ വചനങ്ങളുടെ ഹൃദയത്തിൽ വെച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുകയുള്ളൂ. थैंक यू जीसस. हालेलुया. कुछ समय पहले कोई ऐसे कहा, കുറച്ച് സമയം മുന്നേ ആരും ഇപ്രകാരം പറഞ്ഞു, उसका राशन कार्ड गुम गया था. ആ വ്യക്തിയുടെ റേഷൻ കാർഡ് നഷ്ടപ്പെട്ടു പോയി. बहुत दिन से राशन कार्ड मिला नहीं, ढूंढ रहा था, सब जगह ढूंढा. കുറെ നാളുടെ റേഷൻ കാർഡ് കിട്ടുന്ന എല്ലായിടത്തും അന്വേഷിച്ചു. आखिरी में അവസാനം एक दिन बाइबल खोला तो बाइबल के अंदर राशन कार्ड रखा है. ഒരു ദിവസം ബൈബിൾ പറഞ്ഞപ്പോ അതിനകത്ത് കിട്ടി. इसका मतलब क्या है, അതിന്റെ അർത്ഥം सालों साल से बाइबल खोला नहीं. വർഷങ്ങളായിട്ട് ഈ ബൈബിൾ തുറക്കുന്നില്ല. बाइबल कोई आइकन, कोई रूप, कोई चिन्ह रखने से कोई मतलब नहीं. ബൈബിള് ഇങ്ങനെയുള്ള ചിഹ്നമായിട്ട് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. कुछ लोगों का सोच, ചിലരുടെ ചിന്ത ഇങ്ങനെ, ये क्रूस का निशाना हाथ में है तो कुछ पावर है उसमें, कुछ नहीं है भाई. ചെറിയൊരു ക്രൂസിന്റെ ഇത് കയ്യിലുണ്ടെങ്കിൽ, लोगों का सोच ऐसे होता है, ये क्रूस का निशाना देखेगा तो शैतान डरेगा. ചിലരുടെ ചിന്തയ്ക്ക് ഈ ക്രൂസ്, ചെറിയ ക്രൂസ് കാണുമ്പോ പിശാച് പേടിച്ചു കൊടുക്കും. क्या डरेगा कैसे? പിശാച് പേടിക്കും അത് കണ്ടിട്ട്. कोई ऐसे वीडियो आपने देखा होगा, ചില വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ये भूत को निकालने के लिए फादर ऐसे क्रूस पकड़ के खड़ा है. പിശാചിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ചർച്ചിലെ ഫാദർ വന്നിട്ട് ഇങ്ങനെ, सब मूवी में होते हैं भाई. അതെല്ലാം പിക്ചറിൽ മാത്രമേ നടക്കുകയുള്ളൂ. हालेलुया. धन्यवाद यीशु. यीशु अंदर होना चाहिए, യേശു നമ്മുടെ ഹൃദയത്തിലുണ്ട്. यीशु साथ में होना चाहिए. യേശു നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. यहूदी लोगों का, इसराइल का सोच, हम पराजित हो गया, हम संदूक लेके आएगा तो हम जीत पाएगा. നിയമപ്പെട്ട ചിന്ത, ഞങ്ങൾ നിയമപ്പെട്ട കൊണ്ടുവന്നില്ല, അത് കൊണ്ടുവന്നാൽ ഞങ്ങൾ ജയിക്കും. संदूक लेके आया, നിയമപ്പെട്ട കൊണ്ടുവന്നു, लेकिन परमेश्वर साथ में आया नहीं. ദൈവം അവരുടെ കൂടെ വന്നില്ല. हालेलुया. मैं वापस कहना चाहता हूं, പിന്നെയും പറയാൻ ആഗ്രഹിക്കും, कोई निशाना रखे कोई मतलब नहीं है.
എന്തെങ്കിലും അടയാളങ്ങളോ ചിഹ്നങ്ങളോ വെച്ചിട്ട് ये सुनने वाला कुछ लोग आज से बाइबल पढ़ना शुरू करो. ഇത് കേൾക്കുന്നവർ ഇന്നു മുതൽ നിങ്ങളുടെ ദൈവത്തിന്റെ വചനം ബൈബിൾ വായിക്കാൻ തുടങ്ങുക. कुछ लोग रात को नींद आने के लिए तकिया का नीचे बाइबल रखते हैं, ചിലർ രാത്രിയിൽ ഭയം डर निकल जाने के ഭയം കിട്ടാതിരിക്കാൻ വേണ്ടി ഉറക്കം കിട്ടാൻ വേണ്ടി കട്ടിലിന്റെ അടുത്ത് ബൈബിൾ വെക്കും. मेरा एक दोस्त गांव में जब था तभी गांव में मेरा एक दोस्त എൻ്റെ ഒരു കൂട്ടുകാരൻ കേരളത്തില് रात को बहुत देर पढ़ाई करने के लिए बैठते, രാത്രി ലേറ്റ് ആയിട്ട് പഠിക്കാൻ तो अकेला बैठते, അടുത്ത് തന്നെയാണ്. तो अकेला बैठने में उनको थोड़ा डर लगता था. അദ്ദേഹത്തിന് ഭയം തോന്നി. इसलिए पड़ोस का दूसरा एक लड़का को बुलाए, मुझे थोड़ा साथ दे दो, मैं पढ़ाई करने के लिए बैठ रहा हूँ, तुम साथ में सो जाओ, मेरा कमरे में तुम भी सो जाओ. അതുകൊണ്ട് അടുത്തുള്ള ഒരു കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കൂടെ കിടക്കുക ഉറങ്ങിക്കോ ഞാനിത് तो പഠിച്ചു. पड़ोस का लड़का आके इनके कमरे में सोने के लिए कोशिश कर रहा है. അടുത്തുള്ള കുട്ടി വന്നിട്ട് കൂടെ കിടക്കാൻ ഉറങ്ങാൻ ശ്രമിച്ചു. बहुत उन्होंने सोने के लिए कोशिश किया लेकिन नींद नहीं आ रही. ഒത്തിരി ഉറങ്ങാൻ ശ്രമിച്ചതിൽ ഉറക്കം വന്നില്ല. तो इन्होंने थोड़ा उठ के ये जो लड़का को कहा, मेरा दोस्त को कहा, അതെ ആ കുട്ടി എഴുന്നേറ്റിട്ട് ഈ കൂട്ടുകാരനോട് പറഞ്ഞു एक बाइबल दे दो ना, ഒരു ബൈബിൾ തരിക, मैं तकिया का नीचे रखना चाहता हूँ, ഞാൻ പില്ലോട് അടി വെക്കാൻ ആഗ്രഹിക്കുന്നു, मुझे सोना चाहिए अच्छा से. നല്ലപോലെ ഉറങ്ങണം. तो इन्होंने बाइबल ढूंढा, बाइबल कहा है, बाइबल मिला नहीं. ഈ കൂട്ടുകാരൻ ബൈബിളൊക്കെ നോക്കിയപ്പോൾ അവിടെ तो उनका हाथ में क्या कहा मिला मालूम है? ആ കൂട്ടുകാരുടെ കയ്യിൽ എന്താ उसका कॉलेज में पढ़ाई करने वाला केमिस्ट्री का बहुत मोटा पुस्तक मिला. കോളേജിൽ പഠിക്കുന്ന കെമിസ്ട്രിയുടെ വലിയൊരു പുസ്തകം ये കിട്ടി. केमिस्ट्री का पुस्तक तकिया का नीचे रख दिया. ആ പുസ്തകം എടുത്തിട്ട് ആ പില്ലോട് അടി വെച്ചു കൊടുത്തു. ये बंदा अच्छा से सो गया. കൂട്ട് കിടക്കാൻ വന്ന കൊച്ചു നന്നായിട്ട് ഉറക്കാൻ തുടങ്ങി. अगले दिन सुबह जाके उठा तभी मालूम पड़ा तकिया का नीचे क्या था, അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത് പില്ലോട് केमिस्ट्री क्या किताब था. കെമിസ്ട്രിയുടെ പുസ്തകമായിരുന്നു എന്ന്. ऐसे लोग ऐसे बेवकूफी करते हैं मेरा प्यारो. ഇങ്ങനെ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. बाइबल को ऐसे कामों में उपयोग मत करो. ബൈബിൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഉപയോഗിക്കും. बाइबल आपको पढ़ने के लिए, ബൈബിൾ നിങ്ങൾക്ക് വായിക്കുവാൻ, बाइबल आपको मनन करने के ബൈബിൾ लिए, നിങ്ങൾക്ക് ധ്യാനിക്കുവാൻ വേണ്ടി, बाइबल का वचन का पालना करने के लिए. ബൈബിളിലെ വചനം നിങ്ങൾക്ക് പാലിക്കുവാൻ വേണ്ടി इसराइल का लोग संदूक लेके आया, മക്കൾ നിയമപ്പെട്ട കൊണ്ടുവന്നു. लेकिन संदूक शत्रु पकड़ के लेके. എന്നാൽ ആ നിയമപ്പെട്ട ശത്രു പിടിച്ചുകൊണ്ട് आप समझ लीजिए, एक आइकन लेके आए, इन्होंने सोचा ये हमें जीत देने वाले, लेकिन उसको शैतान पकड़ के लेके गए. നിയമപ്പെട്ട കൊണ്ടപ്പോൾ അവർ ചിന്തിച്ചത് ഞങ്ങൾക്ക് വിജയം തരും. എന്നാൽ അത് कारण क्या है? കാരണം എന്താണ്? कारण ओफनी और फिनहास और इन लोग जो लेके आया उनका साथ में परमेश्वर नहीं है. കാരണം ഹോഫ്നി ഫിനെഹാസ് ഇത് കൊണ്ടുവന്ന ആരുടെയും മേലെ ദൈവം കൂടെ ഇല്ലായിരുന്നു. पराजय का कारण क्या है? പരാജയത്തിന്റെ കാരണം എന്താണ്? परमेश्वर साथ में नहीं है. ദൈവം കൂടെ ഇല്ല എന്നുള്ളതാണ്. मैं एक बात बोलना चाहता हूँ, वापस भजन संगीता 124 में आना चाहता हूँ. 124 മടങ്ങി ഒരു ആഗ്രഹം. उधर क्या लिखा है? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? अगर परमेश्वर अपना साथ में नहीं होते കർത്താവ് നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ इല്ലായിരുന്നുവെങ്കിൽ परमेश्वर अपना साथ में नहीं होते तो ദൈവം നമ്മുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ क्या होने वाला था? എന്ത് സംഭവിക്കും? हालेलुया. आगे पढ़ लीजिए भजन संगीता 124 का आयतों पढ़ लीजिए. इसराइलियों का हरे यदि हमारे और यहोवा ना होते तो. उस समय हमारे और ना होता, हाँ जब मनुष्यों ने हम पर चढ़ाई, देखो, जब मनुष्य अपना विरुद्ध में आ गया, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ जब बहुत बड़ा दल अपना विरुद्ध में आ गया, വലിയൊരു സൈന്യം നമുക്കെതിരായിട്ട് വന്നു, जो बहुत बड़ा युद्ध अपना विरुद्ध में हो रहा था, യുദ്ധം നമുക്കെതിരായിട്ട് വന്നു, तभी परमेश्वर अगर अपना साथ में ना होते ദൈവം तो നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ तो वो हमको उसी समय जीवित निगल जाते. देखो, जब उनका क्रोध हम पर भड़का था, हम उसी समय जल में डूब जाते, देखो, धारा में बह जाते, हाँ उमड़ते जल में, और हम उसी समय ही बह जाते. देखो, धन्य में ये हुआ जिसने हमको उनके दांतों तले और जाने ना दिया, और हमारा जीव पक्षी के समान हमारा जीवन पक्षी के समान, चीनी मार के जाल से हाँ, चींटी मार के जाल से छूट गया, जाल फट गया और हम बच गया. आकाश और पृथ्वी का करता है, हाँ हमारी सहायता उसी के नाम. देखो, मैं आपको सबको कहना चाहता हूँ, ഞാൻ നിങ്ങളോടെല്ലാം अगर പറയാം, परमेश्वर अपना साथ में ना होते तो, നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, जो मनुष्य अपना विरुद्ध में आ गया, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ वो हमें खत्म करने वाला था. അവർ നമ്മളെ തീർക്കുമായിരുന്നു. आज हम जिंदा रहने वाला नहीं था.
അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ജീവനോടെ परमेश्वर अपना साथ में ना होते तो ദൈവം നമ്മുടെ കൂടെ ഇല്ല, पानी हमें डुबाने वाला था। വെള്ളം നമ്മളെ നമ്മുടെ പ്രാണന്റെ മീതെ परमेश्वर अपना साथ में है, इसीलिए ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് जाल फट गया। നമ്മുടെ എതിരായിട്ട് हम വന്ന बच കെണി गए। പൊട്ടിപ്പോയി, നമ്മൾ രക്ഷപ്പെട്ടു। शिकारी का जाल से हम कैसे കെണിയിൽ നിന്ന് हम मोचित हो गया, നമ്മൾ വഴുതി പോന്നിരിക്കുന്നു। कैसे हम छूट गया। എങ്ങനെയാണ് നമ്മൾ വിടിയിക്കപ്പെട്ടത്? परमेश्वर साथ में है। കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതായിരുന്നു। अब मत बोलो परमेश्वर मेरा साथ में नहीं है। അതുകൊണ്ട് ഇനി പറയരുത് ദൈവം നമ്മുടെ കൂടെ ഇല്ല। परमेश्वर आपके मेरे साथ में है, ദൈവം നമ്മളോട് എല്ലാവരോടും इसीलिए आज भी शत्रु का पद्धतियों से हमें छुड़ा के प्रभु ने हमें जिंदा रखा है। അതുകൊണ്ടാണ് ശത്രുവിന്റെ പദ്ധതിയിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മളെ ജീവനോടെ കർത്താവിന് आज सुबह इस वचन का सामने कितने लोग नम्र करने के लिए तैयार है? ഇന്ന് രാവിലെ ഈ വചനം എത്ര പേര് സമർപ്പിക്കും? ऐसे कहो, अगर परमेश्वर मेरा साथ में ना होते तो, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ നീ ഞങ്ങളുടെ if God was not with us, കർത്താവ് ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു, शत्रु मुझे सत्यानाश करने वाला था। ഞങ്ങളെ നശിപ്പിച്ച് കളയുമായിരുന്നു। मुझे इसे लगा प्रभु मेरा साथ में नहीं है। എനിക്കിങ്ങനെ തോന്നി ദൈവം मैंने पूछा, हे पिता मुझे क्यों छोड़ा ये त्याग? ചോദിച്ച കർത്താവ് നീ എന്തുകൊണ്ടാണ് हे परमेश्वर मुझे क्यों त्याग दिया? എന്റെ ദൈവം നീ എന്തുകൊണ്ടാണ് എന്നെ കൈവിട്ടത്? लेकिन कुछ भजन संगीता का बाद में दाऊद लिख रहे, എന്ന കുറച്ച് സംഗതി ശേഷം ദാവീദ് എഴുതുകയാണ്, यहोवा मेरा पक्ष में मैं किससे डरूं? യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ अगर परमेश्वर मेरा साथ में है तो ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ कौन मेरा विरोध कर सकते? ആരെനിക്ക് വിരോധമായിട്ട്? रोमियो 8वां अध्याय में क्या लिखा है? റോമർ 8 എന്താണ് उसका 31वां आयत में लिखा है। 21 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, रोमियो 8 का 31 पढ़ लीजिए। 31 हम इन बातों के विषय में क्या कहें? यदि परमेश्वर हमारे साथ है तो हमारे विरोधी कौन हो सकता है? यदि परमेश्वर अपना साथ में है तो हमारा विरोधी कौन हो सकते हैं? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ। हालेलुया। कुछ लोग कहो ना, നമുക്ക് പറയാം, अगर परमेश्वर मेरा साथ है तो ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ कौन मुझे विरोध कर पाएगा? വിരോധമായിട്ട് ആര്? अगर परमेश्वर मेरा साथ में है तो ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ किससे मैं डरूं? ആരെ ഞാൻ ഭയപ്പെടും? अगर परमेश्वर मेरा साथ में है तो ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ शमूएल के साथ में परमेश्वर था, ശമൂവേലിനോടൊപ്പം ദൈവം, इसलिए परमेश्वर उन्होंने बताए हर वचनों को पूरा किया। അതുകൊണ്ട് ശമൂവേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവം പൂർത്തിയാക്കി। शमूएल पूरा किया नहीं, परमेश्वर पूरा किया। ശമൂവേലല്ല അതെല്ലാം If പൂർത്തിയാക്കി। God is with you, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, अगर परमेश्वर आपके साथ में है तो ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ परमेश्वर आपके लिए काम करेगा। ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, परमेश्वर आपके लिए उनका चमत्कार प्रकट करेगा। നിനക്ക് വേണ്ടി തന്റെ അത്ഭുതങ്ങളെ കാണിക്കും। परमेश्वर आपने बताए बातों को पूरा करेगा। ദൈവം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ പൂർത്തിയാക്കും। इब्रानियों का पत्री ഇബ്രാഹിം ലേഖനം 13वां अध्याय 13 उसका 6वां आयत 4 വാക്യം क्या लिखा है उधर? ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, हालेलुया। परमेश्वर मेरा सहारा। കർത്താവിന്റെ സഹായം। हिंदी में क्या लिखा है? इब्रानियों 13 का 6। इसलिए हम निर्डर होकर कहते, प्रभु मेरा सहायक है, मैं ना डरूंगा। मनुष्य मेरा क्या कर सकते हैं? അതുകൊണ്ട് നമ്മൾ നിർഭയമായി പറയും, കർത്താവ് എന്റെ കൂടെയുണ്ട്, മനുഷ്യനോട് എന്ത് ചെയ്യും? ഓ ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാൻ കഴിയും. ആ धैर्य के साथ में हियाव के साथ में कह पाएगा, ധൈര്യത്തോടെ പറയാം, प्रभु मेरा सहायक है, കർത്താവിന്റെ സഹായം। मैं किससे डरूं? ഞാൻ ആരെ ഭയപ്പെടും? मनुष्य मेरे ऊपर क्या कर सकते हैं? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? मैं निर्डर रहने वाला है। നിർഭയമായി വസിക്കും। भजन संगीता 124 का आखिरी आयत 24 അവസാന വാക്യം क्या लिखा है उधर? ഇതാണ് അവിടെ എഴുതി, हालेलुया। आकाश और पृथ्वी को बनाया परमेश्वर, ആകാശം ഭൂമി ഉണ്ടാക്കിയ കർത്താവ്, ओ मेरा सहायक है। ആ കർത്താവിന്റെ സഹായം। कौन है अपना सहायक? ആരാണ് നമ്മുടെ സഹായകൻ? कौन है अपना सहायक? ആരാണ് നമ്മുടെ आकाश और धरती को बनाया परमेश्वर अगर मेरा सहायक है तो, ആകാശം ഭൂമി ഉണ്ടാക്കിയ കർത്താവ് നമ്മുടെ സഹായകനാണ്। आकाश और धरती को बनाया परमेश्वर मेरा साथ में है तो, ആകാശം ഭൂമി ഉണ്ടാക്കിയ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, अगर परमेश्वर मेरा पक्ष में है तो
കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ मैं किससे डरूं? ഞാൻ ആരെ ഭയപ്പെടും? मनुष्य मेरे ऊपर क्या कर पाएगा? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? मैं आप सबको कहना चाहता हूं, ഞങ്ങളോടെല്ലാം പറയാൻ अगर ആഗ്രഹിക്കുന്നു. परमेश्वर आपका साथ में है, ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. आपका बाल भी कोई छू नहीं पाएगा। പോലും ആർക്ക് തൊടാൻ കഴിയും? इसीलिए परमेश्वर को हमेशा साथ में रखो। അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പക്ഷത്ത് ദൈവം पाप करके परमेश्वर से दूर चला जाना नहीं। പാപം ചെയ്ത് ഒരിക്കലും ദൈവം ദൂരത്ത് പോകരുത്. शमूएल परमेश्वर का साथ में रहा, ശമൂവേൽ ദൈവത്തോട് കൂടെ लेकिन उसी जगह में रह रेदा ओफनी और फिनहास ശമൂവേൽ ജീവിച്ച അതേ സ്ഥലത്ത് ജീവിച്ച ഹോപ്നി ഫിന पाप करके परमेश्वर से दूर चला പാപം गया। ചെയ്ത് ദൈവത്തിന് ദൂരത്ത് പോയി. पवित्रता में रहो, വിശുദ്ധി जितना और पवित्रता में जिएगा മാത്രം വിശുദ്ധി ജീവിക്കാൻ उतना परमेश्वर के साथ में आप क्लोजनेस अनुभव करेगा। മാത്രം ദൈവമായിട്ടുള്ള അടുപ്പം നമുക്ക് അനുഭവിക്കാം. आपको कभी लगेगा नहीं परमेश्वर दूर है। അപ്പോൾ നമുക്ക് ഒരിക്കലും തോന്നുകയില്ല ദൈവം होलीनेस, पवित्रता വിശുദ്ധി आपको बहुत बड़ा एक कॉन्फिडेंस देगा। വിശുദ്ധി നമുക്ക് വലിയൊരു प्रागल्भ्यम बहुत बड़ा एक ऐसे शुद्ध विवेक देगा, നല്ലൊരു നല്ല अपना विवेक गवाही देगा। നമുക്ക് നല്ലൊരു മനസാക്ഷി നൽകും. परमेश्वर तेरा साथ में है। ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് इस वचन का सामने नम्र कर दीजिए, വചനം നമ്മളെ സമർപ്പിക്കാം. प्रभु का हाथ पकड़ के कहो, ദൈവത്തിന്റെ കരം പിടിക്കാം. प्रभु मैं जानते आप कभी भी मुझे छोड़ने वाला नहीं है, കർത്താവ് ഞാൻ അറിയുന്നത് എന്നെ ഒരിക്കലും കൈവിടില്ല. लेकिन कभी कभी मैं आपको छोड़ के चला जाता है, ചില സമയത്തൊക്കെ ഞാൻ मैं आपको छोड़ के पाप करके दूर चला जाते है। കർത്താവെ ഞാൻ പാപം ചെയ്ത് നിന്നെ വിട്ട് കടന്നു പോകുന്നു പലപ്പോഴും. धन्यवाद यीशु, हालेलुया। जी मुझे छोड़ के जाना नहीं है, കർത്താവെ എന്നെ കൈവിട്ട് പോകല്ലേ. मुझे छोड़ के जाना नहीं है। കർത്താവെ എന്നെ കൈവിടരുതേ. हालेलुया, थैंक यू जीसस, हालेलुया। मुझे छोड़ के जाना नहीं है प्रभु जी, കർത്താവെ എന്നെ വിട്ട് കടന്നു പോകല്ലേ. मुझे छोड़ के जाना नहीं है। सब लोग मिलके मलका लगा शकन दौड़ दौड़ धन्यवाद दे दीजिए। അല്പസമയം നന്ദി കരയും. मुझे छोड़ के जाना नहीं है प्रभु കർത്താവെ जी, എന്നെ കൈവിട്ട് പോകല്ലേ. ओ हालेलुया। छोड़ के ना जाना प्रभु, मुझे छोड़ के ना, ओ छोड़ के ना जाना प्रभु, मुझे छोड़ के ना जाना प्रभु, मुंह को ना फेरना प्रभु, ओ मुंह को ना फेरना प्रभु, तेरे मुंह को ना, ओ हो छोड़ के ना, छोड़ के ना जाना प्रभु, ओ छोड़ के ना जाना प्रभु, मुझे छोड़ के ना, जाना प्रभु, ओ नाव में आ जा प्रभु, मेरे नाव को डूबने ना दे, नाव में आ जा प्रभु, मेरे ओ छोड़ के ना जाना प्रभु, मुझे छोड़ के ना, ओ छोड़ के ना जाना प्रभु, मुझे ओ झावनी डालो प्रभु, मेरे जीवन के चारों तरफ, झावनी डालो प्रभु, मेरे जीवन के, ओ झावनी डालो प्रभु, मेरे ओ जीवन में आ जा प्रभु, मेरे जीवन को, ओ जीवन में आ जा प्रभु, मेरे जीवन को रोशन कर दे, छोड़ के ना जाना प्रभु, हमें छोड़ के ना, ये प्रार्थना करके कहो मुझे छोड़ के जाना नहीं है प्रभु जी। പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയാം, കർത്താവ് എന്നെ വിട്ട് കടന്നു പോകും. प्रत्येक रूप में जो लोग बीमार है, कमजोर है, उनको याद करके हम प्रार्थना करेगा। രോഗികളായതുകൊണ്ട് പ്രാർത്ഥിക്കാം. सुषमा आंटी का पोता पुणे में है, उनका ऑपरेशन हो गया है, हम प्रार्थना में याद रख दीजिए। സുസമ്മ ആന്റിയുടെ കൊച്ചുമകൻ പൂനെയിൽ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. जैसे ഇതിനായിട്ട് പ്രാർത്ഥിക്കാം.
अपना रूबी का मदर इन लॉ റൂബിയുടെ മദറിലോ हॉस्पिटलाइज्ड है, ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റൽ ऑपरेशन के बाद में आईसीयू में है। ഐസിയുലായിരിക്കുന്നു. अपना रानी सिस्टर का बेटी रूबी का मदर इन लॉ, റാണി സിസ്റ്റമാണ് റൂബിയുടെ മദറിലോ. हम साथ में प्रार्थना करेगा प्रभु का चंगाई का हाथ को प्रभु बढ़ाने के लिए। കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം നീട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. लिजो का अंकल का देहांत होने का कारण से जो दुखी परिवार के लिए हम प्रार्थना करेगा। ലിജോയുടെ അങ്കിളുടെ വേർപാടിന്റെ ദുഃഖിച്ചിരിക്കുന്ന ഭവനത്തെ ഓർത്ത് जैसे लोग जो संकट से गुजरते मुसीबत उठा रहे उन सबको याद करके प्रार्थना करेगा। രോഗങ്ങളായിട്ട് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാം. जो लोग लाइव अटेंड कर रहे ലൈവ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. उन सब के लिए प्रार्थना कर दीजिए। कोगो सिस्टर सामू के लिए प्रार्थना मांगा है। സാമൂഹ്യ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. कोगो सिस्टर प्रार्थना मांगा है। वैसे जितने लोग प्रार्थना मांगा उन सबको हम याद करके प्रार्थना करेगा। എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. प्रभु हालेलुया। ओमनी आंटी, राजन अंकल का वाइफ ओमनी आंटी शरीर में बुखार और बॉडी पेन से तकलीफ उठा रहे, हम एक क्षण प्रार्थना करेगा। यीशु का चंगाई के हाथ प्रभु बढ़ाने के लिए प्रार्थना करेगा। ഓമന ആന്റി ഇന്ദിര ആന്റിയൊക്കെ രോഗത്താൽ ഭാരപ്പെടുന്ന പനിയാലൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. इंदिरा आंटी का भी थोड़ा अस्थमा का जैसे थोड़ा ब्रीथिंग प्रॉब्लम है, ഇന്ദിര ആന്റിക്കും ബ്രീത്തിങ് പ്രോബ്ലം ആണ്. इंदिरा आंटी के लिए प्रार्थना कर दीजिए। വേണ്ടി പ്രാർത്ഥിക്കാം. आजकल फैलने वाला सभी मरियम को हम रोके प्रार्थना करेगा। ഈ ദിവസങ്ങളിൽ പടർന്നു പിടിക്കുന്ന എല്ലാവരും यीशु नासरी के नाम में जीत लेके प्रार्थना कर दीजिए। കർത്താവിന്റെ നാമത്തിൽ लाइव में अटेंड करने वाला कोई भी परमेश्वर का बच्चा बीमार है तो कमजोर है तो यीशु नासरी के नाम में चंगाई होने दीजिए। शमना रगदल खड़ागर शातना कलीसिया का हर सदस्य को चूलो प्रो जी। എല്ലാവരും यीशु का लहू वजन से मोहर बंद करते, शैतान के पद्धतियों को तोड़ के प्रार्थना कर रहा हूं। अपने से किया बोल के धन्यवाद यीशु। सारे महिमा सारे आदर आपको देते, सारे महिमा सारे आदर आपको देते। यीशु मसीह के पवित्र नाम में हम मांगते, सुनो स्वीकार कर यीशु का नाम है। आमेन 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 हालेलुया।